ജയ്ഹിന്ദ് സുഹൃത്തുക്കളെ, ഇന്നത്തെ വിഷയം വളരെ അഭിമാനം തരുന്നൊരു വിഷയമാണ്. ചൈനീസ് കുത്തക തകർത്ത ഇന്ത്യൻ ബുദ്ധി, സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് മോട്ടോർ വിപ്ലവം. ലോകം ഇന്ന് സാങ്കേതികവിദ്യയുടെയും ജിയോ പൊളിറ്റിക്സിൻ്റെയും ഒരു പുതിയ യുദ്ധക്കളത്തിലാണ്. ഇവിടെ തോക്കുകളും മിസൈലുകളും മാത്രമല്ല, ആഗോള സപ്ലൈ ചെയിനുകളും സാങ്കേതിക കുത്തകകളുമാണ് വൻ ശക്തികൾ ആയുധമാക്കുന്നത്. ഇലക്ട്രിക് വാഹനങ്ങൾ, അത്യാധുനിക മിലിറ്ററി ഡ്രോണുകൾ, പ്രതിരോധ സാമഗ്രികൾ, ഇതിൻ്റെയൊക്കെ നിർമ്മാണത്തിൽ ചൈന ലോകരാജ്യങ്ങളെ മുഴുവൻ ഭീഷണിപ്പെടുത്തിയിരുന്ന ഒരു തന്ത്രപ്രധാന മേഖലയുണ്ടായിരുന്നു. അപൂർവ ഭൗമലോഹങ്ങളുടെയും അഥവാ റെയർ എർത്ത് മെറ്റലുകളുടെയും അവ ഉപയോഗിച്ചുണ്ടാക്കുന്ന പെർമനന്റ് മാഗ്നറ്റുകളുടെയും കുത്തക. എന്നാൽ ഇതാ ചൈനയുടെ ആ 94% വരുന്ന ആഗോള കുത്തകയുടെ നെഞ്ചിലേക്ക് ഭാരതത്തിലെ എഞ്ചിനീയർമാർ ശക്തമായ ഒരു അടി കൊടുത്തിരിക്കുന്നു. ചൈനയിൽ നിന്നുള്ള ഒരു തരി കാന്തം പോലുമില്ലാതെ കേവലം ഒരു കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറിൻ്റെ കരുത്തിൽ മാത്രം പ്രവർത്തിക്കുന്ന ലോകത്തിലെ ആദ്യത്തെ മാഗ്നറ്റ് ഫ്രീ ഇലക്ട്രിക്കൽ മോട്ടോർ പ്ലാറ്റ്ഫോം ഭാരതത്തിലെ ഒരു കൊച്ചു സ്റ്റാർട്ടപ്പ് കമ്പനിയായ വിമാർഗ് ലാബ്സ് വികസിപ്പിച്ചെടുത്തിരിക്കുന്നു. അവരിതിൻ്റെ 5ഓളം ആഗോള പേറ്റന്റുകൾ സ്വന്തമാക്കി കഴിഞ്ഞു എന്ന വലിയ വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. കേവലം $5 മില്യൺ മാത്രം ഫണ്ടിംഗ് ഉള്ള ഒരു ചെറിയ ഇന്ത്യൻ കമ്പനി എങ്ങനെയാണ് ആഗോള മോട്ടോർ സാങ്കേതികവിദ്യയുടെ ചരിത്രം തിരുത്തി കുറിക്കുന്നത് എന്നും ചൈനയുടെ ജിയോ പൊളിറ്റിക്കൽ ബ്ലാക്ക്മെയിലിങ്ങിന് ഭാരതം നൽകിയ അത്യാധുനിക എഞ്ചിനീയറിംഗ് മറുപടി എന്താണെന്നുമാണ് ഇന്ന് നമ്മൾ ആഴത്തിൽ വിശകലനം ചെയ്യുന്നത്. സുഹൃത്തുക്കളെ നമസ്കാരം, രഘുനാഥ് ചൈതന്യ ഡിഫൻസ് ആൻഡ് ജിയോ പൊളിറ്റിക്സിൻ്റെ ഈ എപ്പിസോഡ് അഭിമാനപൂർവ്വം ഞാൻ സമർപ്പിക്കുന്നു. ഈ കണ്ടുപിടുത്തത്തിൻ്റെ വ്യാപ്തി മനസ്സിലാക്കണമെങ്കിൽ നമ്മൾ ആദ്യം നിലവിലുള്ള സാങ്കേതികവിദ്യയും അതിൽ ചൈനയ്ക്കുള്ള പങ്കും കൃത്യമായിട്ട് മനസ്സിലാക്കണം. ഇന്ന് ലോകത്തോടുന്ന ഭൂരിഭാഗം ഹൈ പെർഫോമൻസ് ഇലക്ട്രിക് കാറുകൾ, 2 വീലറുകൾ, പ്രതിരോധ മിലിറ്ററി ഡ്രോണുകൾ, മിസൈലുകൾ, ഇൻഡസ്ട്രിയൽ റോബോട്ടുകൾ, ഇതിലെല്ലാം ഉപയോഗിക്കുന്നത് പെർമനന്റ് മാഗ്നറ്റ് സിങ്ക്രണസ് മോട്ടറുകൾ അഥവാ PMSM ആണ്. ഈ മോട്ടറുകൾക്ക് ശക്തിയേറിയ കാന്തിക മണ്ഡലം സൃഷ്ടിക്കാനായിട്ട് സ്ഥിരമായ കാന്തങ്ങൾ അല്ലെങ്കിൽ പെർമനന്റ് മാഗ്നറ്റുകൾ ആവശ്യമാണ്. ഈ കാന്തങ്ങൾ വെറും ഇരുമ്പ് കൊണ്ടല്ല നിർമ്മിക്കുന്നത്. ആവർത്തന പട്ടികയിലെ ലെന്താനയുടെ ശ്രേണിയിൽ വരുന്ന നിയോഡൈമിയം, ഡിസ്പ്രോസിയം, പ്രോസിയോഡൈമിയം, ടെർബിയം തുടങ്ങിയ റെയർ എർത്ത് മെറ്റലുകൾ ഉപയോഗിച്ചാണ് ഇത്തരം അതീവ ശക്തിയുള്ള കാന്തങ്ങൾ നിർമ്മിക്കുന്നത്. ഇവിടെയാണ് ചൈനയുടെ കളി തുടങ്ങുന്നത്. അന്താരാഷ്ട്ര ഊർജ്ജ ഏജൻസിയുടെ കണക്കുകൾ പ്രകാരം ഈ റെയർ എർത്ത് ലോഹങ്ങളുടെ പ്രോസസ്സിങ്ങിന് 90%, അവ ഉപയോഗിച്ചുണ്ടാക്കുന്ന പെർമനന്റ് മാഗ്നറ്റുകളുടെ നിർമ്മാണത്തിൻ്റെ 94% ചൈനയുടെ കൈകളിലാണ്. അതായത് ലോകത്ത് എവിടെ ഇലക്ട്രിക് മോട്ടോർ നിർമ്മിച്ചാലും അതിൻ്റെ ഉള്ളിലെ കാന്തം ചൈനയിൽ നിന്ന് ആയിരിക്കണം. ചൈന ഈ കുത്തക പലതവണ രാഷ്ട്രീയ ആയുധമാക്കിയിട്ടുണ്ട്. 2012 ജപ്പാനുമായിട്ടുള്ള തർക്കത്തെ തുടർന്ന് ചൈന റെയർ എർത്ത് കയറ്റുമതി നിരോധിച്ചു. കഴിഞ്ഞ വർഷങ്ങളിൽ അമേരിക്കയുമായിട്ടുള്ള വ്യാപാര യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ചൈന വീണ്ടും ഈ ലോഹങ്ങളുടെ വിതരണം തടസ്സപ്പെടുത്തുകയും വില കുത്തനെ കൂട്ടുകയും ചെയ്തു. 2020 കോവിഡ് പ്രതിസന്ധി വന്നപ്പോൾ സപ്ലൈ ചെയിൻ പൂർണ്ണമായിട്ട് തകരുകയും ചെയ്തു. ഇന്ത്യയിലെ പല ഡ്രോൺ നിർമ്മാതാക്കളും EV കമ്പനികളും ചൈനയിൽ നിന്നുള്ള ഈ ഷിപ്മെൻറ്റുകൾക്കായിട്ട് ആഴ്ചകളോളം കാത്തു നിൽക്കേണ്ടി വരുന്ന അവസ്ഥയായിരുന്നു. ഈ ഒരു ഭീഷണിക്ക് ശാശ്വത പരിഹാരവുമായിട്ടാണ് ബംഗളൂരു ആസ്ഥാനമായിട്ട് പ്രവർത്തിക്കുന്ന വിമാർഗ് ലാബ്സ് രംഗത്തെത്തിയിരിക്കുന്നത്. വിമാർഗ് ലാബ്സ് വികസിപ്പിച്ചെടുത്ത സാങ്കേതിക വിദ്യയുടെ പേര് വെർച്വൽ മാഗ്നറ്റ് സിങ്ക്രണസ് മോട്ടോർ അഥവാ VMSM എന്നാണ്. ഇത് പരമ്പരാഗത മോട്ടോറുകളിൽ നിന്നും എങ്ങനെ വ്യത്യാസപ്പെട്ടിരിക്കുന്നു എന്ന് നമുക്ക് സാങ്കേതികമായിട്ടൊന്ന് പരിശോധിക്കാം. ഇതിൽ പ്രധാനമായിട്ട് 4 എഞ്ചിനീയറിംഗ് വശങ്ങളാണ് അടങ്ങിയിരിക്കുന്നത്. ഒന്നാമതായിട്ട് ഒരു കോപ്പർ സ്റ്റീൽ കോമ്പിനേഷനും വെർച്വൽ മാഗ്നറ്റിസവും. പരമ്പരാഗത PMSM മോട്ടറിൻ്റെ റോട്ടറുകളിൽ പെർമനന്റ് മാഗ്നറ്റുകൾ ഘടിപ്പിച്ചിട്ടുണ്ടായിരിക്കും. എന്നാൽ VMSM പ്ലാറ്റ്ഫോമിൽ ഭൗതികമായ ഒരു കാന്തവുമില്ല. അതിന് പകരം ഇലക്ട്രോ മാഗ്നറ്റിക് തത്വം ഉപയോഗിച്ച് കാന്തിക മണ്ഡലം സൃഷ്ടിക്കുകയാണ് ചെയ്യുന്നത്. ഇതിനായിട്ട് ഇന്ത്യയിൽ സുലഭമായിട്ട് ലഭിക്കുന്ന കോപ്പർ വൈൻഡിങ്ങുകളും ഉയർന്ന ഗ്രേഡിലുള്ള സ്റ്റീലും മാത്രമാണ് അവർ ഉപയോഗിക്കുന്നത്. രണ്ടാമതായിട്ട് വയർലെസ് പവർ ട്രാൻസ്ഫർ, അതായത് കറങ്ങിക്കൊണ്ടിരിക്കുന്ന മോട്ടറിൻ്റെ ഉള്ളിലെ റോട്ടറിലേക്ക് വൈദ്യുതി എത്തിക്കുക എന്നത് വലിയൊരു വെല്ലുവിളിയാണ്. പരമ്പരാഗത ഇലക്ട്രോ മാഗ്നറ്റിക് മോട്ടറുകളിൽ ഇതിനായിട്ട് കാർബൺ ബ്രഷുകൾ അല്ലെങ്കിൽ സ്ലിപ്പറിങ്ങുകളൊക്കെ ഉപയോഗിക്കാറുണ്ട്. എന്നാൽ ഇവയ്ക്ക് കടുത്ത ഘർഷണം നേരിടേണ്ടി വരികയും വൻതോതിൽ ചൂട് ഉൽപ്പാദിപ്പിക്കപ്പെടുകയും തേയ്മാനം സംഭവിക്കുകയും ചെയ്യും. ഇത് മോട്ടറിൻ്റെ കാര്യക്ഷമതയും ആയുസ്സും കുറയ്ക്കും. ഇവിടെയാണ് ഇന്ത്യൻ എഞ്ചിനീയർമാരുടെ യഥാർത്ഥ ഇന്നൊവേഷൻ. അവർ കൺവെൻഷണൽ ബ്രഷുകൾ പൂർണ്ണമായിട്ടും ഒഴിവാക്കി മോട്ടറിൻ്റെ ഉള്ളിലേക്ക് വയർലെസ് ആയിട്ട് പവർ ട്രാൻസ്ഫർ ചെയ്യാനുള്ള ഒരു പ്രൊപ്പറേറ്ററി സാങ്കേതിക വിദ്യയും കൂടി വികസിപ്പിച്ചെടുത്തു.
മൂന്നാമതായിട്ട് സോഫ്റ്റ്വെയർ ഡിഫൈൻഡ് കൺട്രോൾ. ഈ മോട്ടറിൻ്റെ യഥാർത്ഥ ഹൃദയം അതിൻ്റെ സങ്കീർണമായ കൺട്രോൾ സോഫ്റ്റ്വെയർ ആണ്. കമ്പനി പറയുന്നത് പോലെ അവരുടെ സോഫ്റ്റ്വെയർ തന്നെയാണ് അവരുടെ എൻജിൻ. ഒരു വാഹനത്തിൻ്റെ വേഗത, അതിലെ ലോഡ്, റോഡിൻ്റെ അവസ്ഥ എന്നിവയ്ക്കനുസരിച്ച് എത്രത്തോളം കാന്തിക ഫ്ലക്സ് ആവശ്യമാണെന്ന് ഈ സോഫ്റ്റ്വെയർ തത്സമയം കണക്ക് കൂട്ടും. അതിനനുസരിച്ച് കൃത്യമായ അളവിൽ കറണ്ട് കോയിലുകളിലേക്ക് നൽകി കൃത്യമായ തീവ്രതയുള്ള കാന്തിക മണ്ഡലം സൃഷ്ടിക്കുന്നു. ഭൗതികമായിട്ട് ഒരു കാന്തവും അവിടെ ഇല്ല. പകരം സോഫ്റ്റ്വെയർ നിർമ്മിക്കുന്ന ഒരു വെർച്വൽ മാഗ്നറ്റ് മാത്രം അവിടെ പ്രവർത്തിക്കുന്നു. നാലാമതായിട്ട് ആഗോള ഭീമന്മാരുമായിട്ടുള്ള താരതമ്യം. ടെസ്ല, BMW, റെനോ തുടങ്ങി വമ്പൻ കമ്പനികളും മാഗ്നറ്റ് ഫ്രീ മോട്ടോറുകൾക്കായിട്ട് മുൻപ് ശ്രമിച്ചിട്ടുണ്ട്. അവർ ഇൻഡക്ഷൻ മോട്ടോറുകളോ സ്വിച്ച്ഡ് റിലക്റ്റൻസ് മോട്ടോറുകളോ ആണ് പരീക്ഷിച്ചത്. എന്നാൽ അവയ്ക്ക് ഭാരം കൂടുതലായിരുന്നു, കറണ്ടിൻ്റെ ഉപഭോഗവും കൂടുതലായിരുന്നു, മാത്രമല്ല കാര്യക്ഷമത കുറവുമായിരുന്നു. എന്നാൽ വിമാർഗ് ലാബ്സ് വികസിപ്പിച്ച പ്ലാറ്റ്ഫോം പരമ്പരാഗത PMSM മോട്ടോറുകളെക്കാളും വലിപ്പവും ഭാരവും കുറഞ്ഞതും അതോടൊപ്പം ഉയർന്ന കാര്യക്ഷമത തരുന്നതുമാണ് എന്നാണ് ഈ ഇന്ത്യൻ വിജയത്തിൻ്റെ മാറ്റുകൂട്ടുന്നത്. ഈ ഒരു തദ്ദേശീയ കണ്ടുപിടുത്തം കൊണ്ട് ഇന്ത്യക്ക് ഉണ്ടാകാൻ പോകുന്ന നേട്ടങ്ങൾ ചെറുതല്ല. ഇത് രാജ്യത്തിൻ്റെ സുരക്ഷയും സമ്പദ് വ്യവസ്ഥയും ഒരുപോലെ സ്വാധീനിക്കും. പ്രധാനമായിട്ടും പ്രതിരോധ രംഗത്തെ സ്വയം പര്യാപ്തതയാണ് ഇതിലൊന്നാമത്. ആധുനിക യുദ്ധമുറകളിൽ ഡ്രോണുകൾക്കുള്ള പ്രാധാന്യം നമ്മൾ പല അന്താരാഷ്ട്ര യുദ്ധങ്ങളിലും കണ്ടതാണ്. നാളെ ചൈനയുമായിട്ട് ഒരു അതിർത്തി തർക്കമുണ്ടായാൽ ചൈനീസ് കാന്തങ്ങളുള്ള ഡ്രോണുകളെ നമുക്ക് പൂർണ്ണമായിട്ട് വിശ്വസിക്കാൻ പറ്റില്ല. എന്നാൽ പൂർണ്ണമായിട്ടും ഇന്ത്യയിൽ ലഭ്യമായ കോപ്പറും സ്റ്റീലും ഉപയോഗിച്ച് നിർമ്മിക്കുന്ന ഈ വെർച്വൽ മാഗ്നറ്റ് മോട്ടോറുകൾ നമ്മുടെ മിലിറ്ററി ഡ്രോണുകളിൽ ഉപയോഗിക്കുന്നതോടെ പ്രതിരോധത്തിൻ്റെ ഈ രംഗത്ത് ഭാരതം സമ്പൂർണ്ണ സ്വയം പര്യാപ്തത കൈവരിക്കും. അടുത്തതായിട്ട് EV വിപണിയിലെ വലിയ തരംഗമാണ്. ഈ വർഷം അവസാനത്തോടെ വലിയ അളവിൽ മോട്ടോറുകൾ വിപണിയിൽ എത്തിക്കാനാണ് വിമാർഗ് ലാബ്സ് ലക്ഷ്യമിടുന്നത്. ആദ്യഘട്ടത്തിൽ ഇലക്ട്രിക് 2 വീലറുകൾക്കും 3 വീലറുകൾക്കുമായിട്ടാണ് ഇവർ മോട്ടോർ നിർമ്മിക്കുന്നത്. തദ്ദേശീയമായി ലഭ്യമായ അസംസ്കൃത വസ്തുക്കൾ മാത്രം ആവശ്യമുള്ളത് കൊണ്ട് നിർമ്മാണ ചെലവ് ഗണ്യമായിട്ട് കുറയും. കൂടാതെ കാന്തങ്ങൾ കാലപ്പഴക്കം കൊണ്ട് ഡീഗ്രേഡ് ചെയ്യുന്ന പ്രശ്നവും ഇതിലില്ല. നിർമ്മാണ ചെലവ് ഇനിയും കുറയ്ക്കാൻ ഇവർ സ്വന്തമായിട്ട് കസ്റ്റം ചിപ്പുകളും വികസിപ്പിക്കുന്നുണ്ട്. അവസാനമായിട്ട് പറയട്ടെ, ഇത് യഥാർത്ഥ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ R&Dയുടെ കരുത്താണ് കാണിക്കുന്നത്. ഇന്ത്യയിലെ പല കമ്പനികളും വിദേശ സാങ്കേതിക വിദ്യകൾ ഇറക്കുമതി ചെയ്ത് ഇന്ത്യൻ സ്റ്റിക്കർ ഒട്ടിച്ച് വിൽക്കുമ്പോൾ ഈ കൊച്ചു കമ്പനി സ്വന്തം റിസർച്ചിലൂടെ അന്താരാഷ്ട്ര നിലവാരമുള്ള 5 പേറ്റന്റുകളാണ് സ്വന്തമാക്കിയത്. ഇത് ഇന്ത്യൻ എഞ്ചിനീയറിംഗ് പ്രതിഭകളുടെ ആഗോള നിലവാരമാണ് വിളിച്ചോതുന്നത്. ചൈനയുടെ സപ്ലൈ ചെയിൻ ബ്ലാക്ക് മെയിലിങ്ങിന് ഇന്ത്യയുടെ എഞ്ചിനീയർമാർ നൽകിയ കൃത്യമായ മറുപടിയാണ് ഈ സോഫ്റ്റ്വെയർ നിർമ്മിത മോട്ടോർ. ആഗോളതലത്തിൽ തന്നെ വലിയൊരു വിപണിയാണ് ഈ ഇന്ത്യൻ കമ്പനിക്ക് മുമ്പിൽ തുറക്കപ്പെടുന്നത്. ചൈനീസ് ഉൽപ്പന്നങ്ങളെ ബഹിഷ്കരിക്കുക എന്നത് മാത്രമല്ല, അവർക്ക് പകരമുള്ള മികച്ച സാങ്കേതിക വിദ്യ ഇന്ത്യയിൽ തന്നെ സ്വന്തമായി നിർമ്മിച്ച് ലോകത്തിന് സപ്ലൈ ചെയ്യുക എന്നതാണ് യഥാർത്ഥ ആത്മനിർഭർ ഭാരത്. ഇന്ത്യൻ സ്റ്റാർട്ടപ്പുകളുടെ ഈ വൻ കുതിച്ചുചാട്ടത്തെക്കുറിച്ച് നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. വീണ്ടും നല്ലൊരു വീഡിയോ വേണ്ടി കണ്ടുമുട്ടുന്ന സുഹൃത്തുക്കളെ, നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്, ഭാരത് മാതാ കി ജയ്.